ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരിക്കൽ കൂടി കൊരിന്ത്യർ ലേഖനം പഠിക്കാനൊരു അവസരം ദൈവം നൽകി. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 6 മുതൽ 16-ാമത്തെ വാക്യം വരെ നമുക്ക് ചിന്തിക്കാം. അതിൻ്റെ ഈ പാസേജിൻ്റെ ആദ്യത്തെ മെസ്സേജ് നമുക്ക് ഇന്ന് ചിന്തിക്കാം. ഇതേ ഭാഗം തന്നെ ദൈവം വെച്ചാൽ അടുത്ത മാസവും നമ്മൾ ഒന്നുകൂടെ റീവിസിറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഭാഗം നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് 2 കാര്യങ്ങൾ ആരംഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും പല ആൾക്കാർ 13-ഉം 14-ഉം വാക്യങ്ങൾ എടുത്തിട്ട് ആത്മീകവൽക്കരിക്കുന്ന പ്രസംഗങ്ങളെ ന്യായീകരിക്കുവാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേദഭാഗം എടുത്തിട്ട് അതിൻ്റെ ആത്മീയ അർത്ഥത്തെ അന്വേഷിക്കുവാനും ഇല്ലാത്തൊരർത്ഥം കൊടുത്ത് ഒരു മെസ്സേജ് ഉണ്ടാക്കുവാനും ഈ 2 വാക്യങ്ങളെ ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ടു ഡിഫെൻഡ് അലിഗറൈസിങ് ഇൻ എ പാസേജ്. മറ്റു ചിലർ ഈ ഒരു ഭാഗം എടുത്തിട്ട് പ്രാസംഗികരാരും കമൻട്രീസ് ഉപയോഗിക്കരുത് എന്നുള്ളതും, ക്രമമായിട്ട് വചനം പ്രസംഗിക്കരുത്, സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതിൻ്റെ അനുകൂലമായിട്ട് ഈ വാക്യങ്ങളെല്ലാം എടുത്ത് പറയാറുണ്ട്. അങ്ങനെയുള്ള ചിലർ പറയുന്നത് സ്പിരിറ്റ് ഫുൾ പ്രീച്ചിങ് ഇസ് ഇൻ പ്ലാൻഡ് ബട്ട് ഇറ്റ് ഇസ് സ്പോണ്ടേനിയസ്. അതുകൊണ്ട് പ്ലാനിങ് ഒന്നും വേണ്ട, ആ സമയത്ത് ലഭിക്കുന്നത് മതി എന്നുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പൗലോസ് ഇത് എഴുതുമ്പോൾ ബൈബിൾ വ്യാഖ്യാനത്തെ പറ്റി പറയാനല്ല ഈ 2 വാക്യങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്നു. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വാക്യത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു പശ്ചാത്തലമുണ്ട്. പശ്ചാത്തലം എടുക്കാതെ നമ്മൾ ഒരു വാക്യം അതിൻ്റെ പാസേജിൽ നിന്ന് അടർത്തി എടുത്താൽ വളരെ അപകടം പിടിച്ച ഒരു വഴിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്നുള്ളത് നമുക്ക് ക്രമേണ നോക്കാം. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 6-ാമത്തെ വാക്യത്തിലും 7-ാമത്തെ വാക്യത്തിലും 13-ാമത്തെ വാക്യത്തിലും നാം എന്നുള്ള വാക്ക് അവിടെ എഴുതുമ്പോൾ പരാമർശിക്കുന്നത് പൗലോസ്, അപ്പൊല്ലോസ്, കേഫാവ് എന്ന വ്യക്തികളെയാണ്. നാം 6, 7, 13 വാക്യങ്ങളിൽ. എന്നാൽ 12, 16 വാക്യങ്ങളിൽ ഇതേ വാക്ക് വരുമ്പോൾ അത് പൗലോസിനെയും കൊരിന്ത്യ വിശ്വാസികളെയും സംബോധന ചെയ്യാനാണ് ഈ 2 വാക്യങ്ങളിൽ നാം എന്നുള്ള ഭാഗം വരുന്നത്. ഇനി ഈ ഭാഗത്ത് എന്തൊക്കെയാണ് പൗലോസ് ചർച്ച ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. പ്രാരംഭമായിട്ട് നമുക്ക് 6-ാം വാക്യം മുതൽ 9-ാം വാക്യം വരെ ഒന്ന് വായിക്കാം. അതാരെങ്കിലും ഒന്ന് ഉറക്കെ വായിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാം. 6-ാം വാക്യം മുതൽ 9-ാം വാക്യം വരെ ആരെങ്കിലും ഒന്ന് മലയാളത്തിൽ നിന്ന് വായിക്കാം. ഒന്ന് കൊരിന്ത്യർ 2-ന്റെ 6 മുതൽ 9 വരെ. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറിഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. 9-ാമത്തെ വാക്യം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ. ഓക്കെ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ ഇങ്ങനെ ഒരു തലക്കെട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദ ഇന്നേറ്റ് ഹ്യൂമൻ ഇന്നബിലിറ്റി ടു കോംപ്രിഹെൻഡ് ഗോഡ്സ് വിസ്ഡം. ദൈവത്തിൻ്റെ ജ്ഞാനത്തെ ഗ്രഹിക്കുവാൻ സ്വമേധയ കഴിവില്ലാത്ത മനുഷ്യനെ പറ്റിയാണ് നാം ഇവിടെ കാണുന്നത്. നമ്മൾ 2-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ എന്നുള്ള പദപ്രയോഗം പിന്നെയും ആവർത്തിച്ചതിന് ശേഷം ഈ ഭാഗത്ത് വരുമ്പോൾ ഞങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അത് പൗലോസ് തനിക്ക് വേണ്ടിയും അപ്പൊല്ലോസിന് വേണ്ടിയും കേഫാവിന് വേണ്ടിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടെന്നാൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് തന്നെ പറ്റി എന്തൊക്കെയാണോ പറഞ്ഞത് അതെല്ലാം അപ്പൊല്ലോസിനെ പറ്റിയും കേഫാവിനെ പറ്റിയും സത്യമാണ്. ഓക്കെ.
അപ്പോൾ പൗലോസ് ഒരിക്കലും താൻ ശ്രേഷ്ഠനാണെന്നും ബാക്കിയുള്ളവർ അത്ര ശ്രേഷ്ഠത ഇല്ലാത്തവരാണെന്നും പറഞ്ഞു വരികയല്ല. ഈ സദസ്സിന് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: ജസ്റ്റ് ബിക്കോസ് ദ മെസ്സേജ് ഓഫ് ദ ക്രോസ് ഡസൻറ്റ് നീഡ് ഹ്യൂമൻ വിസ്ഡം ടു സപ്ലിമെൻറ്റ് ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ദ മെസ്സേജ് ഇറ്റ്സെൽഫ് ഇസ് ഫൂളിഷ്. ക്രൂശിൻ്റെ സന്ദേശത്തിനെ ബോധ്യപ്പെടുത്തുവാൻ മനുഷ്യൻ്റെ കഴിവിന് ഒരു ആവശ്യകതയില്ല എന്ന് കരുതി ഈ സദസ്സ് വിചാരിക്കരുത് ഈ സന്ദേശമേ ഭോഷത്തരമാണെന്ന്. The plan about the cross is the message of the wisdom of God among the mature. തികഞ്ഞവരുടെ ഇടയിൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ സന്ദേശമാണ് ക്രൂശിൻ്റെ സന്ദേശം. തികഞ്ഞവർ എന്നുള്ളത് എന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. എന്നാൽ ഈ ജ്ഞാനത്തിൻ്റെ സന്ദേശത്തെ പറ്റി പൗലോസ് എന്തൊക്കെയാണ് എഴുതുന്നത് എന്നുള്ളത് നോക്കാം. നമ്പർ 1, this is not the wisdom of this age or the rulers of this age. ഇത് ഈ ലോകത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനമല്ല. പ്രഭുക്കന്മാരെന്നിവിടെ വിശേഷിപ്പിക്കുമ്പോൾ പറയുന്നത് ദ എലീറ്റ് ഓഫ് ദ ജൂയിഷ് ആൻഡ് ദ ഗ്രീക്കോ റോമൻ സൊസൈറ്റി, അഥവാ യെരുശലേമിലായിരിക്കുന്ന യഹൂദ മത നേതാക്കന്മാരും റോമൻ നാടുവാഴിയായ പീലാത്തോസും ഉൾപ്പെടെ അടങ്ങിയിരിക്കുന്ന ആ സമൂഹങ്ങളിലെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാരെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റോമൻ സാമ്രാജ്യത്തിൻ്റെ ഫിലോസഫീസ്, തത്വചിന്ത വളരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു സമയത്ത് അവരെ പറ്റി വിചാരിച്ചുകൊണ്ടിരുന്നത് അവർ അക്ഷയരാണെന്നാണ്. ദേ തോട്ട് ദേ വർ ഇൻവിൻസിബിൾ. പൗലോസ് പറയുന്നത് അവരെ പറ്റി തന്നെ ശ്രേഷ്ഠന്മാരായിട്ട് ആണ് എന്ന് എണ്ണിയാലും ദേ ആർ കമ്മിങ് ടു നത്തിങ്. അവർ ഒന്നുമല്ല. ഈ റോമൻ ആൾക്കാരുടെ തത്വജ്ഞാനം എന്ന് പറയുന്നത് റൂൾ ആൻഡ് പോസസ് ബൈ ടേക്കിംഗ് ലൈഫ്, ജീവൻ എടുത്ത് അധികാര വാഴ്ച സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതാണ് അവരുടെ ചിന്ത. യു റൂൾ ബൈ ടേക്കിംഗ് ലൈഫ്, അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളത് ജീവൻ എടുത്തുകൊണ്ടാണ് എന്നുള്ളതാണ് അവരുടെ ചിന്ത. സീസർ എന്നുള്ള പദപ്രയോഗം, അതായത് റോമൻ ചക്രവർത്തിയുടെ ടൈറ്റിൽ, ആ ടൈറ്റിൽ എടുക്കുന്ന ആള് അവരെ തന്നെ വിളിച്ചത് ലോകരക്ഷിതാവെന്ന, ദ സേവിയർ ഓഫ് ദ വേൾഡ്. അപ്പോൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് അവർക്ക് ഉള്ളത് കൊണ്ട് ജീവൻ വെച്ച് കൊടുക്കുന്ന ഒരു രക്ഷിതാവിനെ അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ്. അവരുടെ സാഹചര്യം വെച്ച് അവർ ജീവൻ എടുത്തുകൊണ്ടാണ് അധികാരം ലഭിക്കുന്നത്. എന്നാൽ സുവിശേഷ സന്ദേശത്തിൽ ജീവൻ കൊടുത്താണ് അധികാരം ലഭിക്കുന്നത്. അതാണ് ഇവിടുത്തെ വ്യത്യാസം. അതുകൊണ്ട് ക്രൂശിതനായ മശിഹയുടെ സന്ദേശം ഒരിക്കലും റോമൻ തത്വചിന്തയിൽ നിന്നും വരുന്നൊരു കാര്യമല്ല. ഇറ്റ് കനോട്ട് കം ഫ്രം ദ റോമൻസ്. ഇറ്റ് ഓബ്വിയസ്ലി കുഡ്ന്റ് കം ഫ്രം ദ ജൂസ്. ഒരിക്കലും യഹൂദന്മാരിൽ നിന്നും ഈ സന്ദേശം ഉത്ഭവിക്കത്തില്ല. കാരണം യഹൂദന്മാര് ക്രൂശിനെ ദൈവത്തിൻ്റെ ശാപത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് കാണുന്നത്. They saw the cross as a symbol of the curse of God. 6ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് എന്താണ്? The Jews in relation to the temple worship were also coming to nothing. ദേവാലയത്തിൻ്റെ ആരാധന സംബന്ധിച്ചിടത്തോളം അവരും ഒന്നുമല്ലാതായി തീരുന്ന ഒരു കാലം വരുന്നു. അതായത് ഇതിന് ശേഷം ഒരു 15-16 വർഷങ്ങൾ കഴിയുമ്പോൾ റോമൻ സേന വന്ന് ഈ ദേവാലയം നശിപ്പിക്കും. അപ്പോൾ അതും അവസാനിക്കുന്ന ഒരു കാര്യമാണ്. ഇതാണ് ഇവിടെ കാണേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, this wisdom from God that is declared as foolishness is a mystery that has been hidden from those who were considered to be wise from earthly parameters. ഈ ദൈവത്തിൻ്റെ ജ്ഞാനത്തെ ലോകം ഭോഷത്തരമായിട്ട് കണ്ടു. അതായത് യേശുവിൻ്റെ ക്രൂശമരണത്തിലൂടെ മനുഷ്യൻ്റെ രക്ഷ സാധ്യമാക്കുന്ന ഈ സന്ദേശത്തെ ലോകം ഭോഷത്തരമായിട്ട് കണ്ടു. സ്വയം ജ്ഞാനികളെന്ന് വിശേഷിപ്പിക്കുന്ന ഈ ജനതയിൽ നിന്നും ഈ സന്ദേശത്തെ ദൈവം മറച്ചു കളഞ്ഞു. ഇറ്റ് വാസ് എ ഹിഡൻ. അതൊരു മർമ്മമായിരുന്നു. അവരുടെ ഒരു സങ്കല്പത്തിൽ പോലും ഇതായിരുന്നു ദൈവത്തിൻ്റെ രക്ഷയുടെ പദ്ധതി എന്ന് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ലായിരുന്നു. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ മാത്രം അവകാശവാദമായ തന്നെ മഹത്വം, ആ മഹത്വത്തിലേക്ക് പാപികളെ കൊണ്ടുവരാനുള്ള നിത്യപദ്ധതി ഇതാണെന്ന് അവർക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയത്തില്ല, അവർ ജീവിച്ചു വന്ന സാഹചര്യം അനുസരിച്ച്. അപ്പോൾ യഹൂദന്മാർക്കും റോമക്കാർക്കും ഇതായിരുന്നു പദ്ധതി എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർ ഒരിക്കലും മഹത്വത്തിൻ്റെ കർത്താവിനെ ക്രൂശിക്കില്ല. ഇതായിരുന്നു പദ്ധതി എന്ന് അവർ അറിഞ്ഞിരുന്നെങ്കിൽ they wouldn't have crucified the Lord.
പിന്നെ എന്തുകൊണ്ടാണ് ഇത് മറച്ചു വെച്ചത്? ദ ക്രോസ് ഹാഡ് ടു ഹാപ്പൻ ഫോർ ജെനസിസ് 3 verse 15 ടു ബി ഫുൾഫിൽഡ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും എന്നുള്ള ആ ഒരു പ്രവചനം നിവൃത്തിയാകാൻ വേണ്ടിയിട്ടാണ് ക്രൂശ് ഉണ്ടായിരുന്നത് തന്നെ. സോ ഇൻ ഷോർട്ട്, ദിസ് വാസ് ഗോഡ്സ് ഡൂയിങ്. ഇത് ദൈവത്താൽ സംഭവിച്ച കാര്യമാണ്. And the third thing coming out from this is, Paul reaffirms the innate human inability to comprehend God's wisdom by quoting Isaiah 64 verse 4. യെശയ്യാവിൻ്റെ പുസ്തകം 64-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ഉദ്ധരിച്ച് ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ ജ്ഞാനത്തെ സ്വമേധയാ ഗ്രഹിക്കുവാൻ കഴിയത്തില്ല എന്നുള്ളതിൻ്റെ കാര്യം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ്. He describes the magnitude of God's wisdom present behind the means of the relationship which God has prepared for those whom He has chosen to love. തന്നെ ആര് സ്നേഹിക്കണം, അവരെ താൻ തിരഞ്ഞെടുത്തു, അവർക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ ദൈവബന്ധം അല്ലെങ്കിൽ അതിൻ്റെ വഴി, ആ വഴിയുടെ പിന്നിൽ ഉള്ള ദൈവീക ജ്ഞാനത്തിൻ്റെ വ്യാപ്തിയെ വിശേഷിപ്പിക്കാനാണ് ഇവിടെ ഈ വാക്യത്തെ എഴുതി വെച്ചിരിക്കുന്നത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. പലപ്പോഴും ഇതും ഒരു വളരെ വേഗമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഭൗമികപരമായിട്ടുള്ള ഏതെങ്കിലും അനുഗ്രഹത്തെ സംബോധന ചെയ്യാനാണ് പലപ്പോഴും ഈ വാക്യത്തെ നമ്മൾ എടുക്കാറ്. എന്നാൽ ഈ വാക്യം ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് ഏറ്റവും വലിയ ആത്മീക അനുഗ്രഹത്തെ വിശേഷിപ്പിക്കാനാണ്. അതുകൊണ്ട് ഒരു സമ്മറി എന്ന നിലയിൽ ഞാനിത് പറയുന്നു. ഗോഡ്സ് വിസ്ഡം ഇസ് വേ ബിയോണ്ട് വാട്ട് ഹ്യൂമൻ മൈൻഡ്സ് ഓർ സെൻസസ് ക്യാൻ ആക്ച്വലി കോംപ്രിഹെൻഡ്. മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയുന്നതിനപ്പുറമായിട്ടാണ് ദൈവത്തിൻ്റെ ജ്ഞാനമായിരിക്കുന്നത്. സിൻസ് ഇറ്റ് ഇസ് ഹ്യൂമൻലി അൺതിങ്കബിൾ, we need something more than human wisdom and eloquence to acknowledge the divine plan regarding salvation. ഇത് മനുഷ്യന് ചിന്തിക്കുന്ന വഴികളേക്കാൾ അപ്പുറമായതുകൊണ്ട് മാനുഷികമായിട്ടുള്ള ജ്ഞാനമോ വാക്ചാതുര്യമോ ഉള്ളതിനേക്കാൾ അപ്പുറമായിട്ട് നമുക്ക് വേറെന്തോ ആവശ്യമാണ്, ദൈവത്തിൻ്റെ ആലോചനയെ മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും. Man needs something more significant to understand that he is a slave to sin. മനുഷ്യൻ പാപിയാണ്, മനുഷ്യൻ പാപത്തിൻ്റെ അടിമയാണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ വാക്ചാതുര്യം കൊണ്ട് പോരാ, മനുഷ്യജ്ഞാനം കൊണ്ട് പോരാ, അതിനപ്പുറമായിട്ട് മറ്റൊരു കാര്യം കൊണ്ട് വേണം. ഹി നീഡ്സ് എ സേവിയർ. ഒരു രക്ഷകനെ വേണമെന്നുള്ളത് മനുഷ്യൻ മനസ്സിലാക്കണമെങ്കിൽ വാക്ചാതുര്യം കൊണ്ട് നടക്കത്തില്ല, അതുകൊണ്ട് മാത്രം നടക്കത്തില്ല. യേശുവാണ് ഈ മശിഹ, ഈ ക്രൂശിതനായ യേശുവാണ് മശിഹ എന്നുള്ളത് മനുഷ്യൻ മനസ്സിലാക്കണമെങ്കിൽ വാക്ചാതുര്യം പോരാ. And now we move to 2 verse 10 to 13. 2-ാമത്തെ അധ്യായത്തിൻ്റെ 10 മുതൽ 13-ാമത്തെ വാക്യം വരെ നമുക്ക് ഇനി ശ്രദ്ധിക്കാം. ഒന്ന് വായിച്ചാട്ടെ. നമുക്ക് ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനുള്ളത് അവനിലെ മാനുഷ്യ ആത്മാവല്ലാതെ മനുഷ്യരിൽ അറിയും. അവിടുന്ന് തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ജയിച്ചിട്ടില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രയും പ്രാപിച്ചത്. അത് ഞങ്ങൾ മാനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാൽ അല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീകമായിട്ട് തെളിയിക്കുന്നു. God's wisdom that the believing community could understand. വിശ്വാസ സമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്ന ദൈവിക ജ്ഞാനം, അതാണ് ഈ 3-4 വാക്യങ്ങളുടെ ഒരു സാരാംശം അല്ലെങ്കിൽ ഒരു തലക്കെട്ട് ഞാനായിട്ട് കൊടുക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14 മുതൽ 16 വരെയും അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം ഈ 2 വാക്യങ്ങളിലും അല്ലെങ്കിൽ ഈ ഭാഗങ്ങളിലും പിതാവ് അയക്കുന്ന ഒരു കാര്യസ്ഥനെ പറ്റി നമുക്ക് കാണാൻ സാധിക്കും. ദ കംഫർട്ടർ ഹു ഇസ് സെന്റ് ഫ്രം ദ ഫാദർ. ഓക്കെ, അതോടൊപ്പം തന്നെ യേശുവും ഈ കാര്യസ്ഥനെ അയക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും ഒരു കാര്യസ്ഥൻ വരും. എന്തിനാണ് ഈ കാര്യസ്ഥൻ അഥവാ പരിശുദ്ധാത്മാവ് വരുന്നത്? യേശുവിനെ മഹത്വപ്പെടുത്താൻ, അതോടൊപ്പം തന്നെ പാപത്തെപ്പറ്റിയും നീതിയെപ്പറ്റിയും ന്യായവിധിയെപ്പറ്റിയും ബോധ്യം വരുത്താൻ.
to remind everyone about sin, righteousness and judgment. പൗലോസ് ഇവിടെ പറയുന്നത് മനുഷ്യന് തൻ്റെ പ്രയത്നം കൊണ്ട് അറിയുവാൻ കഴിയാത്ത, ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു കാര്യം ഇപ്പോൾ ദൈവം തന്നെ പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെടുത്തി കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വ്യക്തിക്ക് താൻ പാപിയാണെന്ന് അറിയണമെങ്കിൽ, തനിക്കൊരു രക്ഷകനെ വേണമെങ്കിൽ, അതോടൊപ്പം തന്നെ യേശുവാണ് ഈ മശിഹ എന്നുള്ളത് അറിയണമെങ്കിൽ അത് മനുഷ്യൻ്റെ വാക്ചാതുര്യം കൊണ്ടോ ജ്ഞാനം കൊണ്ടോ മാത്രം നടക്കുന്ന കാര്യമല്ല. അതിനുമപ്പുറമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം കൂടിയേ തീരും. ഇവിടെ പരിശുദ്ധാത്മാവിനെ പറ്റി പൗലോസ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. 2 കാര്യങ്ങളാണ് ഇവിടെ താൻ പരാമർശിക്കുന്നത്. നമ്പർ 1, the supremacy and omniscience of the Holy Spirit seen in the fact that the Holy Spirit searches all things. പരിശുദ്ധാത്മാവ് സകലത്തെയും ആരായുന്നു, സകലത്തെയും അന്വേഷിക്കുന്നു എന്നുള്ള പദപ്രയോഗത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ഔന്നിത്യവും തൻ്റെ സർവജ്ഞാനവും ഇവിടെ വെളിപ്പെടുകയാണ്. സകലതും എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആഴമായ കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ട് നിൽക്കുന്നതാണ് ഈ ദൈവിക പദ്ധതിയുടെ മർമ്മം. All things include the deep things of God, which refers to the mystery of God's plan of salvation. പൊതുവായ വെളിപ്പാടിലൂടെ മനുഷ്യന് ഒരിക്കലും ദൈവത്തിൻ്റെ രക്ഷണീയ പദ്ധതിയെപ്പറ്റി അറിയുവാൻ, പ്രത്യേകിച്ച് ക്രൂശിനെ പറ്റി അറിയുവാൻ യാതൊരു മുഖാന്തരവുമില്ല. പ്രകൃതിയെ നമ്മൾ നോക്കിയാൽ എവിടെയെങ്കിലും കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലൂടെയാണ് ലോകത്തെ രക്ഷിക്കുന്നത് എന്നുള്ളതിൻ്റെ എന്തെങ്കിലും ഒരു സൂചന ഉണ്ടോ? പ്രകൃതിയെ മാത്രം നോക്കിയാൽ ഒന്നും കിട്ടത്തില്ല. എന്നാൽ പ്രത്യേക വെളിപ്പാടിൽ, അതായത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഉളവായ പ്രത്യേക വെളിപ്പാടിൽ ഈ സത്യം വളരെ നല്ല രീതിയിൽ മനുഷ്യന് മനസ്സിലാക്കുന്ന രീതിയിൽ അത് വെളിപ്പെടുത്തി കിട്ടി. അത് വളരെ ഫെയിൻ്റായിട്ട് അങ്ങനൊരു വെളിപ്പാടുണ്ടായി. ഞാൻ എന്തുകൊണ്ടത് പറയുന്നത് ചോദിച്ചാൽ, ബൈബിൾ ഒരുവിധം എല്ലാ ആൾക്കാരും വായിക്കുന്നുണ്ട്. പക്ഷേ ഇത് ബോധ്യമുള്ള എത്ര പേരുണ്ട്? നമ്മളത് മനസ്സിലാക്കണം. ഒരു അന്യമതസ്ഥൻ ബൈബിൾ വായിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ച ഒരാളും ബൈബിൾ വായിക്കുന്നുണ്ട്. ഇതിലേത് വ്യക്തിക്കാണ് ഈ രക്ഷണീയ പദ്ധതിയെപ്പറ്റി ഒരു ഉറപ്പുള്ളത്? അതാണ് ഞാൻ പറയുന്നത്. ആർക്ക് വേണമെങ്കിലും ബൈബിൾ വായിക്കാം. അപ്പോൾ പ്രകൃതിയിൽ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തത ബൈബിൾ വായിക്കുന്നതിലൂടെ ഉണ്ട്. എന്നാൽ ബൈബിൾ വായിച്ച് മാത്രം പോരാ, അതിനുള്ള പ്രകാശനം കൂടെ പരിശുദ്ധാത്മാവ് കൊടുത്താലേ ഒരു വ്യക്തിക്ക് ഇതുപോലുള്ളൊരു ബോധ്യം ഉണ്ടാവുന്നു. Just as only a person's spirit knows all of his or her thoughts, only the Spirit of God knows the thoughts of God. ഒരു വ്യക്തിയുടെ ആത്മാവിന് മാത്രമേ ആ വ്യക്തിയുടെ എല്ലാ നിരൂപണങ്ങളും ആലോചനകളും അറിയുന്നത് എന്നതുപോലെയാണ് പരിശുദ്ധാത്മാവിന് മാത്രമേ ദൈവത്തിൻ്റെ ആലോചനയെപ്പറ്റി പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കത്തുള്ളൂ. Thus, he is superior to the wisdom of this age and the rulers of this age. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരെക്കാളും ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തെക്കാളും ഉന്നതനായിട്ടാണ് പരിശുദ്ധാത്മാവ് നിൽക്കുന്നത്. റോമൻ സാമ്രാജ്യത്തിലെ അല്ലെങ്കിൽ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാരും യഹൂദന്മാരുടെ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാരും അവരുടെ എല്ലാ ഔന്നത്യത്തിലും ഇവർക്കാർക്കും ദൈവത്തിന് മനസ്സിലിരിപ്പ് എന്താണ് അല്ലെങ്കിൽ മനസ്സിലുള്ളത് എന്താണെന്ന് അറിയാനുള്ള കഴിവില്ലാതായിപ്പോയി. പരിശുദ്ധാത്മാവിന് കഴിയുന്നത് ഇവർക്ക് കഴിയാതായിപ്പോയി. രണ്ടാമത്തെ കാര്യം, the Holy Spirit enables believers to understand God's provision of salvation. അതാണ് നമ്മൾ 12ാമത്തെ വാക്യത്തിൽ കാണുന്നത്. രക്ഷയെ പറ്റിയുള്ള ദൈവിക കരുതൽ അത് വിശ്വാസികൾ മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കുന്നു. Paul and these believers are not recipients of the spirit of the world. ഈ ലോകത്തിൻ്റെ ആത്മാവിൻ്റെ ഉപഭോക്താക്കളല്ല പൗലോസും ഈ വിശ്വാസികളും. ലോകത്തിൻ്റെ ആത്മാവെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ദ മിയർ ഹ്യൂമൻ കപ്പാസിറ്റി ഫോർ നോളജ് വിച്ച് പീപ്പിൾ ഹാവ് എസ് സിന്നേഴ്സ്. പാപികൾ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ചില കാര്യങ്ങൾ അറിയാം. അതിനെപ്പറ്റിയല്ല ഇവിടെ, അല്ലെങ്കിൽ അതിനെയല്ല നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ദേ ആർ റെസിപ്പിയൻസ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ലോകത്തിൻ്റെ പരിമിതി മാത്രം ഒതുങ്ങുന്ന ഒരു ആത്മാവിനെ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ തന്നെ
ലഭിച്ച ജനതയാണ് ഇവർ. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ അവർക്ക് ലഭ്യമായത്? സോ ദാറ്റ് ദേ കൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഗോഡ് ഹസ് ഫ്രീലി ഗിവൺ ദം. അവർക്ക് ദൈവം സൗജന്യമായിട്ട് കൊടുത്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ അവർക്ക് കൊടുത്തിരിക്കുന്നത്. And this refers to Jesus' death on the cross, which provides salvation and it is the power and wisdom of God. രക്ഷയെ ഒരുക്കുന്ന ക്രൂശിൻ്റെ സന്ദേശം, അതായത് യേശുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ സന്ദേശവും യേശുവാണ് ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവും എന്നുള്ള ബോധ്യം അവർക്ക് മനസ്സിലാക്കുവാനുള്ള വഴിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. They need the help from the Spirit to understand this, because God hid the plan of the cross from everyone, making it a mystery. ദൈവം ഇത് ഒരു മർമ്മമായിട്ട് വെച്ചതുകൊണ്ടും ഇത് പലരുടെ മനസ്സിൽ നിന്നും ഒളിപ്പിച്ചതുകൊണ്ടും ഇത് മനുഷ്യൻ മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടായേ മതിയാവും. So he did this by giving the statement of the curse in Deuteronomy 21 verse 22-23. മരത്തിൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവനെന്നുള്ള ആ ഒരു പ്രസ്താവന അവിടെ പറയുമ്പോൾ യഹൂദന്മാരുടെ മൈൻഡിൽ അതൊരു മറയാക്കി വെച്ചിരിക്കുക. ക്രൂശ് മരണം ഫിനീഷ്യൻ ആൾക്കാരാണ് കണ്ടുപിടിച്ചതെങ്കിലും അത് ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റിൻ്റെ വഴിയായിട്ട് ഉപയോഗിച്ചത് റോമൻ സാമ്രാജ്യമാണ്. അപ്പോൾ ഈ രണ്ട് കൂട്ടർക്കും അവരുടെ ചരിത്രത്തിലൂടെ ഇതൊരു മറയാക്കി വെച്ചു. അതുകൊണ്ട് ദ തോട്ട് ഓഫ് ക്രൂസിഫിക്ഷൻ വാസ് ഡിസ്കസ്റ്റിംഗ് ടു ദ ദെൻ നോൺ വേൾഡ്. അന്നത്തെ ലോകത്തിന് വളരെ മ്ലേച്ഛമായ ഒരു സന്ദേശമാണ് എന്താ ക്രൂശ് മരണം. എന്നാൽ അത് തന്നെയാണ് ദൈവത്തിൻ്റെ രക്ഷണീയ മാർഗമായിട്ട് ഒരുക്കിയതെന്നുള്ളതാണ് ഇവിടുത്തെ ശ്രദ്ധേയമായ കാര്യം. സോ ഞാനിവിടെ എൻ്റെ മെസ്സേജ് അവസാനിപ്പിക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലെസൺസിൻ്റെ രൂപത്തിൽ ഞാൻ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ഒന്നാമതായിട്ട്, ഒരു പക്ഷേ നമ്മളുടെ ഇടയിൽ ഏറ്റവും കുറച്ച് സംസാരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും പരിശുദ്ധാത്മാവ്. പ്രത്യേകിച്ച് വിശ്വാസത്തിൻ്റെയും അനുതാപത്തിൻ്റെയും കാര്യത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ അധികം സംസാരിക്കാറില്ല. പ്രത്യേകിച്ച് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുന്നത്, നമ്മളുടെ ഫോക്കസ് എപ്പോഴും ആയിരിക്കുന്നത് മാനുഷികമായിട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ. പ്രത്യേകിച്ച് ഒരു പ്രാസംഗികൻ്റെ വാക്ചാതുര്യം, കഴിവ്, പ്രഭാവം, വ്യക്തിപ്രഭാവം എന്നീ കാര്യങ്ങളിലാണ് നമ്മളുടെ ഫോക്കസ് കൂടുതലും വരുന്നത്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഓക്കെ, പരിശുദ്ധാത്മാവിനെ നമ്മൾ അങ്ങനെ ചർച്ച ചെയ്യാറില്ല ഈ കാര്യത്തിൽ. അപ്പോൾ കൊരിന്ത്യയിലെ ആൾക്കാരെ പോലെ നമ്മളും ഈ കാര്യത്തിൽ അത്രയും എന്താ പറയുക, മനുഷ്യന്മാരായിട്ടുള്ള കാര്യങ്ങളുടെ പാരാമീറ്റേഴ്സിൽ ഒരുപാട് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും മറക്കുന്നത്, വി ആർ അൺഏബിൾ ടു റിപ്പന്റ് ആൻഡ് ബിലീവ് ആൻഡ് കൺഫെസ് ദാറ്റ് ജീസസ് ഈസ് ലോർഡ് ആൻഡ് സേവിയർ ഓൺ അവർ ഓൺ വോളിഷൻ. നമ്മളുടെ സ്വന്തം തിരഞ്ഞെടുപ്പിൽ ദൈവം നമ്മളെ അങ്ങനെ വെറുതെ വിട്ടാൽ നമുക്ക് നമ്മളുടെ സ്വന്തം നിരൂപണത്തിൽ, തോന്നലിൽ നമുക്ക് മാനസാന്തരപ്പെടുവാനും വിശ്വസിക്കുവാനും കഴിയത്തില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ബിക്കോസ് വി ആർ ഡെഡ് ഇൻ അവർ സിൻസ് ആൻഡ് ട്രസ്പാസസ്. നാം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടക്കുന്നവരായതുകൊണ്ട് മാനസാന്തരപ്പെടുവാൻ നമുക്ക് സ്വമേധയാ കഴിവില്ല. വി കനോട്ട് റിപ്പന്റ് ഓഫ് അവർ ഓൺ. വി കനോട്ട് പുട്ട് ഫെയ്ത്ത് ഇൻ ജീസസ് ഓൺ അവർ ഓൺ ഇഫ് ഗോഡ് ഇസ് നോട്ട് വർക്കിംഗ് ഇൻ us. ദൈവം നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വ്യാപാരം അവിടെ ഇല്ലെങ്കിൽ ഒരു മനുഷ്യനും മാനസാന്തരപ്പെടുത്തില്ല, ഒരു മനുഷ്യനും വിശ്വസിക്കത്തില്ല. അതാണ് യാഥാർത്ഥ്യം. ഇവിടെ എത്ര വായിട്ടടിച്ചാലും എത്ര സംസാരിച്ചാലും മരിച്ചു കിടക്കുന്ന ആൾക്കാർ അതുപോലെ തന്നെ ആയിരിക്കും, ഒരു പ്രതികരണവും ഇല്ലാതെ. ദാറ്റ്സ് ദ റിയാലിറ്റി. ഹ്യൂമൻ charisma cannot create any response that should come from within us. ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന പ്രതികരണം അത് മനുഷ്യൻ്റെ വാക്ചാതുര്യമോ ജ്ഞാനം കൊണ്ട് ഉളവാക്കുവാൻ സാധിക്കുന്നൊരു കാര്യമല്ല. വി ഷുഡ് റിമെമ്പർ that the regenerative work of the Holy Spirit results in the opening of our spiritual eyes. പരിശുദ്ധാത്മാവിൻ്റെ വീണ്ടും ജനന പ്രക്രിയ നിമിത്തമാണ് ഒരു വ്യക്തിയുടെ ആത്മിക കണ്ണ് അവൻ്റെ കുറവുകളിലേക്കും ദൈവപുത്രൻ്റെ സഫിഷ്യൻസിയിലേക്കും നമ്മളെ നോക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മളുടെ ഹൃദയത്തെ തുറക്കുവാനും നമ്മളുടെ മനസ്സുകളെ രൂപാന്തരപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവാണ് കാരണക്കാരൻ. അങ്ങനെ ചെയ്യുന്നതിലൂടെ പാപം, നീതി,
ന്യായവിധി എന്നീ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം നമുക്ക് വ്യക്തമാകും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമില്ലെങ്കിൽ ഒരു വ്യക്തി ഇതിനെപ്പറ്റി ചിന്തിക്കത്തില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വ്യാപാരം ഒരു വ്യക്തിയിലില്ലെങ്കിൽ ഒരു വ്യക്തിയും ആ വ്യക്തി ചെയ്യുന്ന പാപത്തെ പറ്റിയോ അതിൻ്റെ ഗൗരവത്തെ പറ്റിയോ വരാൻ പോകുന്ന ന്യായവിധിയെ പറ്റിയോ യാതൊരു ചിന്തയുമില്ലാതെയാണ് ഈ ജീവിച്ചു പോരുന്നത്. അങ്ങനൊരു വ്യാപാരം നമ്മളുടെ ഉള്ളിലില്ലെങ്കിൽ ക്രൂശിതനായ യേശുവിൻ്റെ മഹത്വം കാണുവാനും നമുക്ക് കഴിയത്തില്ല. വി വിൽ ജസ്റ്റ് ട്രീറ്റ് ഹിം ആസ് ട്രാഷ്. ചവറെന്ന പോലെ ആയിരിക്കും ആത്മരഹിതനായിട്ടുള്ള ഒരാൾ യേശുവിനെ കാണുന്നത്. ദിസ് ഓപ്പണിംഗ് ഓഫ് അവർ മൈൻഡ്സ് ബൈ ദി ഹോളി സ്പിരിറ്റ് കോസസ് us to run to Jesus in order to find our eternal refuge in him. പരിശുദ്ധാത്മാവ് നമ്മളുടെ കണ്ണ് തുറക്കുമ്പോൾ അത് നമ്മളിൽ ഒരു കാര്യം ഉളവാക്കുന്നുണ്ട്. നമ്മളുടെ നിത്യമായ അഭയം ദൈവത്തിൽ കണ്ടെത്തുവാൻ, നമ്മൾ യേശുവിൻ്റെ അടുക്കൽ ഓടുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. സോ ഒരു ആപ്ലിക്കേഷൻ എന്ന നിലയിൽ ഞാനിതാ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഓൾവേസ് ഗിവ് ഗോഡ് ദ കംപ്ലീറ്റ് ഗ്ലോറി ഓഫ് യുവർ സാൽവേഷൻ. നമ്മളുടെ രക്ഷയുടെ എല്ലാ മഹത്വവും ദൈവത്തിന് മാത്രമേ എപ്പോഴും കൊടുക്കാവൂ. നെവർ അറ്റംപ്റ്റ് ടു ടേക്ക് ദ സെൻറ്റർ സ്റ്റേജ് ഓർ ഗിവ് ദാറ്റ് ടു ഹ്യൂമൻസ്. ഞാൻ വിശ്വസിച്ചു, അല്ലെങ്കിൽ എനിക്കത് കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ കാരണമാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടാണ് ആ വ്യക്തി വിശ്വാസത്തിലേക്ക് വന്നത് എന്നുള്ള ഒരു അഹങ്കാരത്തിൻ്റെ സ്ഥാനം ഇവിടെ എങ്ങുമില്ല. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ടു ദിസ്, ഇതിനെ പറ്റിയുള്ള ഒരു പ്രായോഗിക തലത്തിൽ ചിന്തിക്കേണ്ട ഒരു ചോദ്യം, ഡസ് ഇറ്റ് മീൻ വിത്ത് ദ റോൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, does that mean that we have nothing to do in terms of mentally or spiritually preparing ourselves for the ministry of God that God has given us as preachers? പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം എവിടെ ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം ദൈവം നമുക്ക് പ്രാസംഗികർ എന്ന നിലയിൽ ഒരു ഉത്തരവാദിത്വം നൽകിയിട്ടുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ മാനസികമായിട്ടും ആത്മീയമായിട്ടും ഒരു തയ്യാറെടുപ്പിന് ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അത് നമുക്ക് അടുത്ത മാസം ദൈവം വെച്ചാൽ ചർച്ച ചെയ്യാം. രണ്ടാമതായിട്ട്, ഹൗ ഗോഡ് ഇൻ ഹിസ് വിസ്ഡം ചോസ് നോട്ട് ടു മേക്ക് നോൺ ടു ദി എക്സിസ്റ്റിംഗ് ഇൻഫ്ലുവൻഷ്യൽ റൂളേഴ്സ് ആൻഡ് പവേഴ്സ് അറ്റ് ദാറ്റ് ടൈം about the eternal plan of redeeming mankind through the message of the cross always creates an awe in me of God's sovereignty. അന്നത്തെ ലോക നേതാക്കന്മാർ, അന്നത്തെ പ്രധാന ശക്തിശാലികളായിട്ടുള്ള ആൾക്കാർക്ക് ഇത് വെളിപ്പെടുത്തി കൊടുത്തിയില്ല, തൻ്റെ ജ്ഞാനത്തിൽ ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തിയില്ല എന്നുള്ളത്, പ്രത്യേകിച്ച് ക്രൂശുമരണമാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഇതിൻ്റെ പദ്ധതി എന്നുള്ളത് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തില്ല എന്നുള്ളത് പലപ്പോഴും എന്നിൽ ഒരു ആകാംക്ഷ, ഒരു ഭക്തി, ദൈവത്തിൻ്റെ സർവജ്ഞാനത്തെ ഓർക്കുമ്പോൾ ആ ഒരു ആകാംക്ഷ എനിക്ക് ഉണ്ടാവുന്നുണ്ട്. In our wisdom we would ask, why didn't God reveal it to them? നമ്മളുടെ പരിമിതമായിട്ടുള്ള ഈ ഒരു തലച്ചോറ് നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ട് ദൈവം ആർക്ക് വെളിപ്പെടുത്തി കൊടുത്തില്ല? ഉത്തരം ഇതാണ്, they wouldn't kill the Lord if they knew it. ദൈവത്തിൻ്റെ രക്ഷാമാർഗം എന്തായിരുന്നു? That the Son of God should die. ദൈവത്തിൻ്റെ പുത്രൻ മരിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വഴി. അവരതറിഞ്ഞിരുന്നുവെങ്കിൽ ഈ പുത്രൻ്റെ മരണം നടക്കത്തില്ല, സാത്താൻ്റെ പരാജയം സംഭവിക്കത്തില്ല. അതുകൊണ്ടാണ് ദൈവം അത് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാതിരുന്നത്. സോ ഐ ജസ്റ്റ് വോണ്ട് ടു ഗിവ് യു ടു മോർ തിങ്സ്. ഇവിടെ രണ്ട് കാര്യങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. God hid it perfectly from them so that the rulers of the world would act in their defiance and crucify the Lord of glory. മഹത്വത്തിൻ്റെ കർത്താവിനെ ക്രൂശിക്കുവാനും അല്ലെങ്കിൽ ഈ കർത്താവിനോടുള്ള അവരുടെ ശത്രുതയെ കാണിക്കുവാനും വേണ്ടിയിട്ടാണ് ദൈവം അത് അവർക്ക് മറയാക്കി വെച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന് തലയെ തകർക്കും, പക്ഷെ അതിനോടൊപ്പം തന്നെ സർപ്പം സ്ത്രീയുടെ സന്തതിയുടെ കുതികാലിൽ കടിക്കും അല്ലെങ്കിൽ പരിക്കേൽപ്പിക്കും. അപ്പോൾ സർപ്പത്തിൻ്റെ മരണവും സ്ത്രീയുടെ സന്തതിയുടെ മരണവും ഒരുമിച്ച് നടക്കേണ്ട കാര്യങ്ങളാണ്. ഇതിലൂടെയാണ് പാപത്തിൽ നിന്നും സാത്താനിൽ നിന്നും മരണത്തിൽ നിന്നുമുള്ള യഥാസ്ഥാനം ദൈവം വിഭാവന ചെയ്യുന്നത്. ഓക്കെ, ഇതുകൊണ്ടാണ്
യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ കഷ്ടം സഹിക്കുന്ന ഒരു മശീഹയാണ് താൻ എന്ന് പറയുമ്പോൾ പല യഹൂദന്മാർക്കും അതൊരു ഇടർച്ചയായിട്ടാണ് അവർ കണ്ടത്. ദേ സോ ഇറ്റ് ആസ് ഒഫെൻസീവ്. അതുകൊണ്ട് അവനെ കൊല്ലുവാൻ തീരുമാനിച്ചു. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, the beauty of God's sovereignty is also seen in how the hiding of the mystery becomes beneficial for the weak, the despised, and things that are nothing to be found in Christ Jesus. അവർക്കത് മറയാക്കി വെച്ചതുകൊണ്ട് ബലഹീനന്മാരായ നിന്ദിതരായിട്ടുള്ള ഒന്നുമല്ലാത്ത ആൾക്കാർക്ക് ക്രിസ്തുവിൽ കണ്ടെത്തപ്പെടുവാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അവർക്കത് മറയാക്കി. യഹൂദന്മാർക്ക് അതൊരു മറയായതുകൊണ്ട് ആ ദേശം അത് തിരസ്കരിച്ചു. അതുകൊണ്ട് ജാതികളായ നമുക്ക് ക്രിസ്തുവിൽ ആയിരിക്കുവാനുള്ള വഴി തുറന്നു. സോ always keep in mind that God, who moves history to fulfill his purposes, shows his sovereignty over man by not opening the hearts of many in this world to Jesus. ദൈവമാണ് തൻ്റെ പദ്ധതികളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ചരിത്രത്തെ കൊണ്ടുപോകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ചരിത്രത്തെ, തൻ്റെ പദ്ധതികളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ താൻ എല്ലാം ചെയ്യുമ്പോൾ ചില വ്യക്തികളുടെ ഹൃദയത്തിൽ അവർക്കൊരു രക്ഷണീയ പദ്ധതി തുറന്നു കൊടുക്കുന്നില്ല. ദൈവത്തിൻ്റെ സർവാധികാരം മനുഷ്യൻ്റെ മേൽ താൻ ആക്കുന്നുണ്ട്. ചിലരുടെ ഹൃദയത്തിൽ അത് കാണാതിരിക്കുവാൻ. സോ ഹൂ ആർ ദീസ് മെനി ഹു ആർ യെറ്റ് ടു സീ ജീസസ് ആസ് ലോർഡ്? കർത്താവിനെ ആയിരിക്കുന്ന രൂപത്തിൽ കാണുവാൻ കഴിയാത്ത ഈ അനേകം പേർ ആരൊക്കെയാണ്? ദാറ്റ് വുഡ് ഇൻക്ലൂഡ് ദി അൾട്രാ റിലീജിയസ് സീക്കേഴ്സ് ആൻഡ് ദി എലീറ്റ് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്ത് നമ്മളെക്കാൾ ഭക്തിയായിട്ടുള്ള അനേകം പേരുണ്ട് ഈ ലോകത്ത്. നിഷ്ഠയോടെ, ഉപവാസത്തോടെ, ഡിസിപ്ലിനോടെ ജീവിക്കുന്ന ഒരുപാട് പേര് ഈ നാട്ടിൽ തന്നെയുണ്ട്, ഈ ദേശത്ത്, ഈ രാജ്യത്ത്. ഈ ലോകത്ത് നമ്മളെക്കാൾ ധനവാന്മാരായിട്ടുള്ള, യോഗ്യതയുള്ള ഒരുപാട് പേരുണ്ട്. So in doing so, God has a greater purpose of bringing Christ to the less privileged, to the people counted as weak and foolish. അങ്ങനെ അവർക്ക് മറയാക്കി വെച്ച് അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്ക് വിശ്വാസ തലത്തിലേക്ക് വരാതിരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ അവർ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ ദൈവം അനുവാദം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അധികം പ്രിവിലേജസ് ഇല്ലാത്ത ബലഹീനന്മാരായിട്ടുള്ള ഭോഷന്മാരായിട്ടുള്ള നമുക്ക് ഈ കർത്താവിനെ അറിയുവാൻ ഒരു ഭാഗ്യം ഉണ്ടാകുന്നു. സോ ഒരു കൺക്ലൂഷൻ, ഒരു അനുബന്ധം എന്ന നിലയിൽ ഞാൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഐ urge you to be in awe of the Holy Spirit, just as you are in awe of Christ and the Father. പിതാവിനോടും ക്രിസ്തുവിനോടും നിങ്ങൾക്ക് എത്രത്തോളം ആദരവുണ്ടോ, അല്ലെങ്കിൽ ഒരു ആരാധനയും ബഹുമാനവും ഉണ്ടോ, അല്ലെങ്കിൽ പരിഗണനയുണ്ടോ, അതേ ഭക്തിയും അതേ ആദരവും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനോടും ഉണ്ടായിരിക്കണം. To be worked upon by the Holy Spirit is the greatest privilege that most people in this world don't have. പരിശുദ്ധാത്മാവിൻ്റെ ക്രിയ നമ്മളുടെ ഉള്ളിൽ നടക്കുക എന്നുള്ളത് ഈ ലോകത്ത് ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഇല്ലാത്ത ഒരു ഭാഗ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നു എന്നുള്ളത് അതൊരു ഭാഗ്യമാണ്. ഇറ്റ്സ് എ ബ്ലെസ്ഡ് തിങ്. This is something that different emperors, high priests, Pharisees, scribes, governors, religious leaders of different groups, celebrities, politicians don't have. ചക്രവർത്തിമാരും മഹാപുരോഹിതന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും നാടുവാഴികളും അനേക മത നേതാക്കന്മാരും പ്രഗത്ഭരും രാഷ്ട്രീയക്കാരും എന്നീ ഗണത്തിൽപ്പെട്ട അനേകർക്കും ഭൂരിപക്ഷം ആൾക്കാർക്കും ഇല്ലാത്ത ഒരു കാര്യമാണ് ഈ കാര്യം. To be worked upon by the Holy Spirit. Be in awe of the fact that we have in us someone who fully comprehends the deep things of God. ദൈവത്തിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കുന്നവനാണ് നമ്മളുടെ ഉള്ളിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. Be in awe of the fact that we have in us one who is omnipotent enough to quicken us from our spiritual death
ആൻഡ് മേക്ക് us alive. നമ്മളുടെ ആത്മീക മരണത്തിൽ നിന്നും നമ്മളെ ജീവിപ്പിക്കുന്ന സർവശക്തിമാനായിട്ടുള്ള ഒരുവൻ നമ്മളുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളതോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ബി ഇൻ ഓഫ് ദ ഫാക്ട് ദാറ്റ് വി ഹാവ് ദി ഹോളി സ്പിരിറ്റ് ഹു ഓപ്പൺസ് അവർ മൈൻഡ്സ് ടു കോംപ്രിഹെൻഡ് ദ ഗോസ്പൽ ട്രൂത്ത്. സുവിശേഷ സത്യത്തെ ഗ്രഹിക്കുവാൻ നമ്മളുടെ മനസ്സിനെ തുറക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭ്യമായി എന്നുള്ള കാര്യത്തെ ഓർത്ത് നാം ദൈവത്തിന് അങ്ങേയറ്റം മഹത്വം കൊടുക്കുക. ഡോണ്ട് നെഗ്ലക്റ്റ് ദ മിനിസ്ട്രി ഓഫ് ദി ഹോളി സ്പിരിറ്റ് ഇൻ യുവർ സാൽവേഷൻ. നിങ്ങളുടെ രക്ഷയിൽ ഉള്ള പരിശുദ്ധാത്മാവിൻ്റെ പങ്കിനെ നാം അവഗണിക്കരുത്. സോ വാട്ട് റോൾ ഡസ് ഹി ഹാവ് ഇൻ ദ പ്രീച്ചിങ് ഓഫ് ദ ഗോസ്പൽ? അതായത് ഒരു വ്യക്തിയുടെ രക്ഷയിൽ എന്താണെന്ന് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ പങ്ക്? പ്രാസംഗികൻ്റെ തലത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പങ്ക് എന്താണെന്നുള്ളത് ഇതേ ഭാഗം തന്നെ അടുത്ത മാസം ദൈവം വെച്ചാൽ ഞാനിത് വിശദമാക്കി സംസാരിക്കുന്നതായിരിക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മൾ മാത്രപ്പെടുന്നതാകട്ടെ.